നമസ്കാരം. രുദ്രംബായിയാണ്. എല്ലാ ദിവസവും വീഡിയോ ചെയ്യാനുള്ള അവസ്ഥ ഇല്ലെങ്കിലും തോന്നുന്ന സമയത്താണ് വീഡിയോ ചെയ്യുന്നത്. ഒരേ വിഷയങ്ങളും എൻ്റെ ഗൗരവമായ വിഷയങ്ങളാണ്. ഞാൻ തീക്ഷ്ണമായ ജീവിത യാത്രയിലൂടെ വന്നതാണ്. തീക്ഷ്ണമായ ജീവിതയാത്ര ഒരു മനുഷ്യൻ നടത്തുന്നുണ്ടെങ്കിൽ അവൻ മനുഷ്യ സ്നേഹമുള്ളവനായിരിക്കണം. കാര്യം തീക്ഷ്ണമായ ചിന്ത, തീക്ഷ്ണമായ പ്രയോഗം, അതാണ് അവൻ്റെ രാഷ്ട്രീയം. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യ സ്നേഹത്തിന് വേണ്ടി ജീവിക്കുന്നവനെ അത് ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തവനെല്ലാം ഗുഹാവാസികളാണ്. ഉള്ള ധ്യാനത്തിലാണെന്ന് പറഞ്ഞ് ഞാൻ ഗുഹയിരുന്നത് സന്യാസമായിട്ടൊക്കെ ഇരിക്കുന്നവരും എല്ലാ ഗൃഹാതുരത്തിൽ വീട്ടിൻ്റെ ഉള്ളിൽ സമൂഹത്തോട് സ്നേഹമുണ്ട്, ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ സാംസ്കാരിക പ്രവർത്തനമാണെന്ന് പറയുകയും ചെയ്യുന്ന തട്ടിപ്പ് വീരന്മാരുണ്ട്. നമ്മുടെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരും തട്ടിപ്പുകളാണ്. ഒരു രാഷ്ട്രീയക്കാരനും മനസ്സാക്ഷിയുള്ളവൻ ഏതവനാണ് ഉള്ളത്? ഒരാളെ പറഞ്ഞു തരാം. നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലായാലും അവിടെ കൗൺസിലർമാരായാലും അവിടെ ഏതെല്ലാം സ്ഥാനത്തിരിക്കുന്ന അവരെല്ലാം നമ്മൾ ചൂഷണം ചെയ്യാനാണ്. മധുരം മാവ് ജയിക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളൊന്ന് ഓർത്താൽ മതി. ഇലക്ഷന് വേണ്ടി നമ്മുടെയൊക്കെ വീട് കയറി വരുമ്പോഴും മൂക്കട്ട നമ്മുടെ ഒപ്പിയെടുക്കുകയും കാഷ്ടം കോരി തിന്നുകയും ഒക്കെ ചെയ്യുന്ന വെറും വൃത്തികെട്ട സാധനങ്ങളാണ് ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത്. രാഷ്ട്രീയക്കാരെ വിശ്വസിക്കരുത്. രാഷ്ട്രീയത്തെ ഒരു കാലത്തും സിനിമാക്കാരിൽ പോലുമുള്ള ഭൂരിപക്ഷം പേരും സാങ്കേതിക പ്രവർത്തകർ, തനി വെട്ടിപ്പുകളായ ഒരുപാട് പേരുണ്ട്. ഒത്തിരി കാര്യം എനിക്ക് തുറന്നു പറയാൻ ഒത്തിരി വിഷയം കിടക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ പ്രസവിച്ചിട്ട ഉദയചൂടെ മണ്ണിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സിനിമയുടെ നല്ല ചരിത്രം അറിയാം. അത് ഈ നടന്മാരായി മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും ആരൊക്കെ അവിടെ വന്നിട്ടുണ്ട്, അവരെല്ലാം ഞങ്ങളുടെ മണ്ണിലാണ് വന്നത്. ഞങ്ങൾ കണ്ട് അനുഭവിച്ച ആ ഗുഹയുടെ അകത്ത് കയറിയിരുന്ന് കണ്ടുപിടിച്ചേച്ചും വന്നത്ര ഒന്നും ഇവരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് സിനിമാ ചരിത്രം പറയാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് എല്ലാ കാര്യത്തിലും ശക്തരാണ് ആലപ്പുഴക്കാർ. ഏതൊക്കെ കാര്യത്തിലാണെന്ന് നോക്കിക്കോ. സിനിമ ആദ്യം ഉണ്ടാകുന്ന മലയാള സിനിമ ആലപ്പുഴയിലാണ്. ആദ്യത്തെ ജലോത്സവം നടക്കുന്ന, നെഹ്റു പോലും വരുന്ന ഏറ്റവും ഡെസ്റ്റിനേഷനുള്ള എല്ലാ ഹിന്ദി പടങ്ങളും ലോക സിനിമകളും ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ആലപ്പുഴ. അക്ഷരങ്ങളായാണ്, അമ്മയിൽ നിന്ന് തുടങ്ങുന്നതാണ്, ഓങ്കാരത്തിൻ്റെ ആദ്യ രൂപമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കെൻ്റെ നാട് അഭിമാനമാണ്. എനിക്ക് ഈ ലോകത്തൊക്കെ സ്ഥലങ്ങൾ തരാൻ ആൾക്കാരുണ്ട്, തന്നിട്ടുമുണ്ട്. 4 ഏക്കർ പാലക്കാട് പോയി കണ്ട് അതിന് കുറ്റി അടിച്ചിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ മാരാരിക്കുളത്ത് നമ്മുടെ വിനോദം എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, കുറുപ്പിൻ്റെയൊക്കെ ബന്ധുക്കൾ, കുറുപ്പ് മാരാരിക്കുളത്തിൻ്റെ, അദ്ദേഹം എനിക്കൊരു 20 സെൻറ്റ് സ്ഥലം തന്നിട്ടുണ്ട്. സ്ഥലമൊക്കെ എനിക്ക് കിട്ടും. എനിക്ക് കാശൊന്നും കൊടുക്കാതെ എൻ്റെ കർമ്മപദ്ധതികൾ നീതിയുടെയും അല്ലെങ്കിൽ നൈതികമായ ഒരു ശാസ്ത്രബോധത്തിൽ നിന്നാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് എൻ്റെ സത്യസന്ധതകളും എൻ്റെ ധർമ്മവും പരിപാലിച്ചു പോകും. അതുകൊണ്ട് നീതിരഹിതരായി എന്നെ കാണുന്നവർക്ക് എന്നെ ഇഷ്ടക്കേട് ഒരുപാടുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം. കാര്യം നിങ്ങളുടെ ജാതിയിൽപ്പെട്ടതല്ലല്ലോ ഞാൻ. ഇത് എന്നെ ഏത് ജാതി കൊണ്ട് തളക്കാമെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് ഞാൻ കളിക്കും. ഒരു ജാതിയിലും ഞാൻ പെടത്തില്ല. ഞാനൊരു ജാതിയും മതത്തിലും പെടത്തില്ല. മതം കൊണ്ട് ചിന്തിക്കുന്നവൻ കൊതം കൊണ്ട് ചിന്തിക്കുന്നതാണെന്ന് ഞാൻ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോ പോസ്റ്റ് ഇടുന്നുണ്ട്. അതിനകത്ത് ലൈക്കും കമൻറ്റും തരാത്തവരെയൊക്കെ എനിക്കറിയാം. ജാതി വൈകൃതമായ കൂടാരത്തിരിക്കുന്ന വിഷലിപ്തമാണ്. എൻ്റെ സുഹൃത്തുക്കളാണ് ഈ ഭൂരിപക്ഷം. 5000 പേരിന് മുകളിലുണ്ട് എനിക്ക്. എന്തായാലും അടുത്ത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഫണ്ടൊന്നും മേടിച്ച് ജീവിക്കാനായിരുന്നെങ്കിൽ സിൽസില ഇറങ്ങിയത്. യൂട്യൂബ് ആദ്യം വരുന്നപ്പോൾ കയറി കൊത്തി കളിച്ച് അതിന് 3-4 ലക്ഷം രൂപ മേടിച്ച കൂട്ടത്തിൽ ഒരുത്തനാണ് ഞാൻ. അതിൻ്റെ പേരൊക്കെ വല്ലവൻ്റെയും പേരിൽ എന്നെ തട്ടിച്ച് മുട്ടിച്ച് കൊണ്ടുപോയി. അതുപോട്ടെ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് പേര് എന്നെ ഊമ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ കാറും പിന്നെ എൻ്റെ 10-12 ലക്ഷം രൂപയുടെ ശില്പവും ചിത്രങ്ങളും അടിച്ചുകൊണ്ട് വേറെത്തും പോയി ഈ ചവറക്കാരൻ ഷൈജു എന്ന് പറയണ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും അടിച്ചുകൊണ്ട് പോകുന്നു. നമ്മളതൊന്നും വലിയ കഥയായിട്ട് കാണുന്നില്ല. എനിക്ക് ഉണ്ടാക്കാൻ നല്ല അധ്വാനശേഷിയുള്ള ഒരുത്തനാണ്, നല്ല കരുത്താണ്. എൻ്റെ കൈകളുടെ ഞരമ്പ് കണ്ടാൽ അറിയാം. ഞാൻ നല്ല പണിയെടുക്കുന്ന ഒരുത്തനാണ്. അതുകൊണ്ട് ഞാൻ സൃഷ്ടിക്കുമെന്ന് പറയണത് എന്ത് കാര്യമായാലും ഞാൻ സൃഷ്ടിക്കും. ഇപ്പോൾ എന്നെ അവഹേളിക്കുന്നവർ, എന്നെ അംഗീകരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ തിരസ്കരിക്കപ്പെടുന്ന, എന്നെ മനസ്സിലാക്കിയിട്ടും ഞാൻ എത്ര ഉപകാരം ചെയ്തത്. 26 വയസ്സിൽ വീടും സ്ഥലവും കൂടി സുഹൃത്തിന് ദാനം കൊടുത്തവനാണ്. എന്തെല്ലാം ചാരിറ്റി തമിഴ്നാട് ഇവിടം വരെ. ആരുടെയും വായു വെള്ളം ഒഴിച്ച് വെക്കുന്നതോ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. കൊടുക്കുന്ന ധർമ്മം തന്നെയാണ്. എൻ്റെ സത്യധർമ്മമാണ്. എൻ്റെ പുരക്കകത്ത് പലരും ജീവിക്കുന്നില്ലേ, ഞാൻ സത്യത്തോട് ജീവിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഒരു സത്യ ജീവിതമുണ്ട്, ധർമ്മമുണ്ട്. അത് വിജയിക്കും. അത് രുദ്രകല എന്ന് പറയുന്ന സിദ്ധാശ്രമത്തിലൂടെ നടപ്പാക്കുന്ന നിത്യചൈതന്യം എന്നെപ്പോലെ ഇങ്ങനെ ജീവിച്ച ഒരാളാണ്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര് സന്യാസികളായിട്ട് എന്നെപ്പോലെ ജീവിക്കുന്നുണ്ട്. ആ സന്യാസം എന്താണെന്ന് പറയുന്ന അഘോരികൾ, രുദ്രൻ്റെ പൂർണ്ണരൂപം. രുദ്രൻ എന്ന് പറയുന്ന ഋഗ്വേദത്തിൽ ആദ്യത്തെ പദമാണ്. വേറൊരു ദൈവത്തിനും പദം ഉണ്ടാകുമ്പോൾ ആദ്യത്തെ പേര് ഋഗ്വേദത്തിൽ രുദ്രൻ എന്നാണ്.
ശ്രീ രുദ്രായണം ആ മന്ത്രം തന്നെ വലിയ ശക്തിയായിട്ട് കരുതുന്ന ഒരാളാണ്. എനിക്ക് ഇന്ത്യൻ മിത്തോളജിയിൽ അത്യാവശ്യം അവയർനെസ് ഉള്ളത് കൊണ്ട് ഈ 50ഓളം പുസ്തകം എഴുതിയപ്പോഴെല്ലാം ഇന്ത്യൻ ദേശീയത, ഹൈന്ദവത, സിന്ധു നദീതട സംസ്കാരം, ദ്രാവിഡനാരായിരുന്നു, ആര്യന്മാരാരെന്നുള്ള ഗഹനമായ വീക്ഷണവും അന്വേഷണവും ദീപ്തിയിൽ നിന്നാണ് എൻ്റെ ചരിത്ര രചന എഴുതുന്നത്. എൻ്റെ ചരിത്ര പുസ്തകം ഇട്ടാൽ പോലും അതിന് കമൻ്റ് എടുത്തില്ല. MK സാനുവാണ് അതിൻ്റെ അവതാരിക എഴുതുന്നത്. അതുപോലെ പ്രഗത്ഭര കമൻ്റ് എടുത്തില്ല, ഒരു ലൈക്ക് പോലും ചെയ്യത്തില്ല. ഒന്ന് കുത്തിയിട്ട് പോവല്ല, എടാ ഞാനും ഉണ്ടടാ എന്ന് പറയാൻ. അങ്ങനെ ഒരു ലൈക്കും കമൻറ്റും തരാത്ത എൻ്റെ ബന്ധുക്കൾ തന്നെ എത്ര ആയിരമാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഫ്രണ്ട്സ് ചിലപ്പോൾ നിൻ്റെ കൂടെ ഞാനുണ്ടടാ എന്നൊക്കെ ചിലവരൊക്കെ വിടുന്നുണ്ട്, ഇല്ലെന്നല്ല. നമുക്ക് ബന്ധുക്കളൊക്കെ ഇടക്കിടക്ക് ഒന്ന് സഹായിക്കുന്നുണ്ട്, അതിലൊന്നും കുറ്റം പറയുന്നത്. അത് നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ ആത്മബന്ധങ്ങളുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബന്ധുക്കളായാലും എൻ്റെ നാട്ടുകാരായാലും എല്ലാവർക്കും കൂടി ഞാൻ പറയുകയാണ്, ഞാൻ ഒരു ജനകീയ പ്രവർത്തനമാണ്. ഞാൻ ചിന്തിച്ചതെല്ലാം ഞാൻ നേടിയവനുമാണ്. എനിക്കിപ്പോൾ 90 വയസ്സിനടുത്ത് ജീവിതക്രമങ്ങളുള്ള മനുഷ്യനാണ്. അത് ഈ ആയുസ് എനിക്ക് കിട്ടിയത് തന്നെ വലിയ കാര്യമാണ്. ഞാൻ ഈ ലോകത്തെ എല്ലാം കണ്ടേച്ചു കൊണ്ട് മരിക്കാൻ പോണത്, എനിക്ക് വിഷയമില്ല. കാര്യം എന്നാണെന്ന് പറഞ്ഞാൽ എൻ്റെ മണ്ണെണ്ണ വിളക്കിൻ്റെ അവിടെ ഇരുന്ന് ഞാൻ പഠിച്ച് വളർന്നത്. ഈ ചാണകം എന്ന് വേണം എന്നെ ചിലവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ചാണകം, ഞാൻ തീട്ടത്തിൽ നിന്ന് വളർന്നത്. എൻ്റെ അമ്മ തീട്ടത്തിനടുത്തുള്ള യോനിയിൽ നിന്ന് എന്നെ പ്രസവിച്ചിട്ട് പിന്നെ ഞാൻ ചാണകമാകാതിരിക്കാൻ, ഏത് മേത്തനായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ചാണകം എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മത്തിൻ്റെ ഭാവമാണ്. ഞാൻ കർഷക സംസ്കാരത്തിൻ്റെ ഭാവമാണ്. ഞാൻ കർഷകനാണ്, ദ്രാവിഡനാണ്, രുദ്രംബായി. അതുകൊണ്ട് എൻ്റെ ചലച്ചിത്ര ജീവിതത്തിന് മഹാത്മാ ശ്രീ സാധുജൻ അയ്യങ്കാളിയുടെ ജീവിതം ഞാൻ ചലച്ചിത്രമാകുമ്പോൾ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഗവേഷണ ചിന്തകൾക്കപ്പുറത്ത് നന്നായി സൈദ്ധാന്തികപരമായും പ്രായോഗികപരമായും പ്രവർത്തിച്ച മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിതമാണ് ഞാൻ ചലച്ചിത്രമാക്കുന്നത്. ഇഷ്ടപ്പെടുന്നവർക്ക് കൂടാം. എനിക്ക് ആരും എൻ്റെ വംശത്തിലുള്ളവരൊന്നും എനിക്ക് പിരിവിന് വരണ്ട. എൻ്റെ പടങ്ങൾക്കൊന്നും എൻ്റെ വംശം സഹായിച്ചിട്ടുമില്ല, എനിക്കങ്ങനെ വംശവും ഇല്ല. പക്ഷേ നേരെ മറിച്ച് ഇവിടുത്തെ ദളിതർ, ആദിവാസികൾ അടങ്ങുന്ന അടിസ്ഥാന വർഗങ്ങളുടെ വിമോചന സ്വപ്നമാണ് എൻ്റെ രാഷ്ട്രീയം, ദ്രവിഡിയൻ രാഷ്ട്രീയം. ഇവിടുത്തെ കറുത്ത ദൈവങ്ങളെല്ലാം എൻ്റെ ദൈവങ്ങളാണ്, എൻ്റെ സമൂഹത്തിൻ്റെ ദൈവങ്ങളാണ്. മല കടന്നെത്തുന്നവരെ, കടൽ കടന്നെത്തുന്നവരെ ഭൂമി ഇളന്തതെന്തേ, ഞങ്ങളുടെ ഭൂമി ഇളന്തതെന്തേ, മൂലദൈവങ്ങളെ വയരൂർ സ്വാമികൾ അളന്ത് നിങ്ങളകത്തായി ഞങ്ങ പുറത്തായി. ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പുറത്താണ്. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറണം ഇനി. അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ ഭൂമികയിലുമുള്ള കറുത്ത ദൈവങ്ങളുടെ അവകാശികൾ ഞങ്ങളാണ്. അതിനാണ് ഞാൻ കീഴാളൻ സിനിമ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ആ പടം എത്രത്തോളം സെൻസർ എന്നെ ഉപദ്രവിക്കാവോ, അത് ഇറക്കാതെ നോക്കുവോ, അത്രത്തോളം ഞാൻ ശക്തി ആർജിക്കും. ഞാൻ മരിച്ചാലും എൻ്റെ 5 ചലച്ചിത്രം മലയാള സിനിമയിൽ ഏറ്റവും നല്ലതായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന രുദ്രംബായി. അഹങ്കാരത്തിലൂടെയല്ല, സ്നേഹവും കരുണയുള്ളവനാണ്. ദാർഢ്യത്തോടെയാണ് ഇന്ന് നിലനിൽക്കാൻ പറ്റുള്ളൂ. കണ്ട, ഫാസിസത്തിൻ്റെ രൂപത്തിലാണ് കമ്മ്യൂണിസം പോലും നിലനിൽക്കുന്നത്. എല്ലായിടത്തും അത് ഹിംസാത്മക രാഷ്ട്രീയമാണ്. നമുക്കിവിടെ സംഘപരിവാർ രാഷ്ട്രീയവും അല്ലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവും അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന ആര്യന്മാരിൽ കൈമാറ്റവും വരുത്തിയിട്ട് അതേ സവർണാധിപത്യത്തിൽ നിലനിൽക്കുന്ന കോൺഗ്രസ് ഒന്നും നമ്മുടെ രാഷ്ട്രീയമല്ല. ഞങ്ങളൊന്നും ആ കൊടിയൊന്നും പിടിച്ചിട്ടില്ല. ഞാൻ പിടിച്ചിട്ടുള്ള ചുമപ്പൂടി പിടിച്ചിട്ടുണ്ട്. അത് ഒരു മാർക്സിസം എന്ന് പറയുന്ന ലോക അജേയമായൊരു ശാസ്ത്രം ഇന്നും നിലനിൽക്കുന്നു. അത് മാർക്സിസം പഠിക്കുന്നവന് മനസ്സിലാകും. ആൻറ്റി മാർക്സിസ്റ്റുകൾക്ക് പോലും മനസ്സിലായതുകൊണ്ടാണല്ലോ ആൻറ്റി മാർക്സിസം രൂപപ്പെടുന്നത്. അൽത്തൂസർ ആയാലും ഗ്രാംജി ആയാലും. ഇന്ത്യയിൽ ദീനദയാൽ ഉപാധ്യായയുടെ ചിന്ത ഏകാത്മ മാനവദർശനം ഉണ്ടാക്കുന്ന സംഘപരിവാറാണ്. ഇന്ന് എന്ത് പറ്റി? സവർണരുടെ ആ പാർട്ടി മൊത്തം ദളിതരും പിന്നോക്കക്കാരുമാണ് പ്രധാനമന്ത്രി തൊട്ട് താഴത്തോട്ട്. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയം. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയം വരുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിലാണ് അയ്യങ്കാളിപ്പട ആ രാഷ്ട്രീയം ഉയർത്തുന്നത്. മക്കളെ വരുന്നത് വിശക്കുന്നല്ലേ? ഓക്കെ, താങ്ക് യു രുദ്രംബായി, കാണാം.